ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നാളെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പരിസര പഠനമാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. വീക്കിലി 3 days ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ LSSനൊക്കെ തയ്യാറെടുക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് LSS ഓറിയൻറ്റഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം അല്ലേ. പ്രവർത്തനം 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. പ്രവർത്തനം 3 കേട്ടോ. നോക്കിക്കേ മക്കളെ, സ്വതന്ത്ര ഭാരത ഭൂമി. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്നും പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. പീരങ്കി, തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ആവശ്യമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്വയം ഒറ്റയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കുറിപ്പൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, വിദേശികൾ ഇന്ത്യയിൽ എത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു മക്കളെ, നമുക്ക് ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. യുദ്ധം ചെയ്യാൻ, നാട്ടുരാജാക്കന്മാരുമായി ചേർന്ന് കച്ചവടം ചെയ്യാൻ, സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ. എന്തിനായിരുന്നു മക്കളെ കറക്റ്റ്? ഓപ്ഷൻ സി ആണല്ലേ, സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനായിട്ട് ആണ് അവർ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ഓപ്ഷൻ സിയിലുള്ള ഈ ഒരു കാര്യമാണ് മക്കൾ ഇവിടെ തന്നിട്ടുള്ള ബോക്സിൽ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ച് കഴിയുകയായിരുന്നു. ആയിരുന്നോ മക്കളെ? ഇന്ത്യ നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിച്ച് കഴിയായിരുന്നു അല്ലേ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രസ്താവന എന്താണ്, ശരിയാണ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ ശരിയെന്ന് എഴുതണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ, ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടായിരുന്നു മക്കളെ? നമ്മൾ അവിടെ ആ ഒരു വിവരണത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇന്ത്യയിലെ വിവിധ നാട്ടുരാജാക്കന്മാർ തമ്മിൽ പരസ്പരം പോരടിക്കുന്നത് കൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യക്കാരെ അവരുടെ നിയന്ത്രണത്തിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ്? 1 നൂറ്റാണ്ട്, 2 നൂറ്റാണ്ട്, 3 നൂറ്റാണ്ട്, 1.5 നൂറ്റാണ്ട് എന്ന് പറഞ്ഞു അല്ലേ. എത്രയാണ് മക്കളെ? 2 നൂറ്റാണ്ടാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, 4ാമത്തെ പ്രവർത്തനമാണ് സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഏറ്റവും മഹത്തായ സമരങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ 2 സമരങ്ങളും ഉൾപ്പെടുത്തി ചെറിയൊരു കുറിപ്പ് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയിട്ടുള്ള സമരങ്ങളെയൊക്കെ കുറിച്ചിട്ട് മക്കൾക്ക് എന്ത് വേണം, നല്ല ധാരണ വേണം. നമുക്ക് എക്സാമിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മക്കൾ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ടീച്ചർ 1-2 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ബ്രിട്ടീഷ് സർക്കാർ ഉപ്പിന്മേൽ ചുമത്തിയ നികുതിക്കെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസാത്മകമായ സമരമാണിത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിക്കടപ്പുറത്തേക്ക് ഗാന്ധിജി നടത്തിയ ദണ്ഡി മാർച്ച് ഇതിൻ്റെ ഭാഗമായിരുന്നു. ഈ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ജനങ്ങളുടെ ഐക്യത്തെയും പ്രതിഷേധത്തെയും അടയാളപ്പെടുത്തി. അപ്പം കുറച്ച് പോയിന്റ്സ് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്നുള്ളതും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉപ്പ് സത്യാഗ്രഹം നടത്തിയതെന്നും എപ്പോഴാണ് നടത്തിയിട്ടുള്ള ഒരു സമയം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം നോക്കാം അല്ലേ. നോക്കിക്കേ, 1942 ഓഗസ്റ്റ് 8 മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബഹുജന സമരമായിരുന്നു ഇത്. ഈ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അപ്പം അവിടെ നമ്മൾ
ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു മുദ്രാവാക്യം നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു മുദ്രാവാക്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അത് നടന്നിട്ടുള്ള വർഷവും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? നമുക്കവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരാണ് മക്കളെ? ഓപ്ഷൻ ഡി ആണ് അല്ലേ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അല്ലേ. അപ്പോൾ അതാണ് മക്കൾ എഴുതേണ്ടത്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5ാമത്തെ പ്രവർത്തനമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്നുള്ള പ്രവർത്തനമാണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമൊക്കെ അവിടെ തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്കുള്ള ചോദ്യം ഇതാണ്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. എന്താണ് മക്കളെ ആദ്യത്തെ ചോദ്യം നോക്കിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഭൂപടം തന്നാൽ നമുക്ക് അതിൽ തന്നെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ആദ്യത്തേത്. 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് പറഞ്ഞത്? 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ പേരെഴുതാനാണ് പറഞ്ഞിട്ട്. വളരെ സിമ്പിളാണ് അല്ലേ. നമ്മുടെ ഭൂപടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും സംസ്ഥാനം നോക്കുക, അതിന് ചുറ്റിയിട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക അല്ലേ. അല്ലെങ്കിൽ 5 എണ്ണം ചുറ്റി നിൽക്കുന്ന 5 സംസ്ഥാനങ്ങൾ ചുറ്റി നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് നോക്കുക. ഒന്ന് ടീച്ചർ പറയാം, ബാക്കിയുള്ളത് എന്ത് ചെയ്യാം മക്കൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നോക്കിക്കേ മക്കളെ, മധ്യപ്രദേശ് അല്ലേ, എത്ര എണ്ണം ചുറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 എണ്ണം ചുറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. അടുത്ത മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏറ്റവും വലിയ സംസ്ഥാനം ടീച്ചർ പറയുന്നില്ല, അത് മക്കൾക്ക് വിട്ടുതരാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, ടൈപ്പ് ചെയ്തിടുക കേട്ടോ. എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? പ്രവർത്തനം 5. 5ൽ പാർട്ട് ഏതാണെന്നുകൂടി മിസ്സ് പറയാം കേട്ടോ. 5ൽ ബി. 5A ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യണം. 5B കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് അല്ലേ. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൂട്ടുകാർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിക്കേ മക്കളെ. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏതാണ് മക്കളെ? അതും നമ്മുടെ ഭൂപടം നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഏതാണ്? യെസ്, ഇതാണ് നമ്മുടെ അറബിക്കടൽ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടിയുണ്ട്, കണ്ടെത്തി എഴുതൂ. അതും നമ്മുടെ ഈ ഒരു ഭൂപടം നോക്കിയാൽ കിട്ടും. ഏതാണ് പറഞ്ഞത്? ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് അല്ലേ. ഏതാണ് മക്കളെ മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത്? നോക്കിക്കേ, നമ്മുടെ തമിഴ്നാട് എഴുതാലോ. നമുക്ക് നമ്മുടെ തമിഴ്നാട് എഴുതാം. ആന്ധ്രാപ്രദേശ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം എന്ത് എഴുതാം? നമുക്ക് തമിഴ്നാട് എഴുതാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നമ്മുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ആൻസർ ആണ് അല്ലേ. അപ്പം എന്തെഴുതാം? ഒരു സംസ്ഥാനത്തിൻ്റെ പേര് ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്തെഴുതാം? തമിഴ്നാട് എഴുതാം കേട്ടോ. തമിഴ്നാട് നമുക്ക് എഴുതാവുന്നതാണേ. ഓക്കെ മക്കളെ, ഇനി നമുക്കടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? നോക്കിക്കേടാ, കേരളം ഏതാണ്? നമ്മുടെ കേരളം ഇതാണ്, നമ്മുടെ കൊച്ചു കേരളം അല്ലേ. ഇതാണ് നമ്മുടെ കൊച്ചു കേരളം. ഈ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? യെസ്, കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഒരു ഭൂപടം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കൂട്ടുകാർക്കും 5 മാർക്ക് തന്നെ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. പറക്കും കൂട്ടുകാർ. റീന തൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷികളുടെ നേരെ വരച്ച് യോജിപ്പിക്കുക. അപ്പോൾ പക്ഷികളുടെ പ്രത്യേകതകളാണ് നമുക്ക് ഈ ഒരു സൈഡിൽ തന്നിട്ടുള്ളത്. പക്ഷികളുടെ പേരുകൾ തൊട്ടടുത്ത വശത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പ്രത്യേകതകളും വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതാണ് പക്ഷി അതിലേക്ക് വരച്ച് ചേർക്കുക. ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ഉയരത്തിൽ പറക്കുന്നു, കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്നു. ആരാണ്? പരുന്താണ് അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ. കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു അല്ലേ. പരിസരം വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ കറുത്ത നിറവും കേട്ടാൽ തന്നെ നമുക്ക് ആളെ മനസ്സിലാവും. എന്താണ്? കാക്കയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു. ആരാണ്? പൊന്മാനാണ് അല്ലേ. വെരി ഗുഡ്. അടുത്ത നോക്കിക്കേ മക്കളെ. ഇടത്തരം വലുപ്പം, തലയിൽ തൊപ്പി പോലുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ.
ആരാണ്? മരംകൊത്തിയാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മുഴുവൻ മാർക്ക് ഇതിൽ നിന്നും മേടിക്കാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ജലത്തിൻ്റെ സാന്നിധ്യമുള്ളയിടത്ത് ഇര തേടുന്ന പക്ഷി ഏതാണ്? പരുന്ത്, തത്ത, കൊക്ക്, മൈന. ഏതാണ്? വെരി ഗുഡ്. ഏതാണ്? കൊക്കാണ് അല്ലേ? ജലത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് ഇര തേടുന്ന പക്ഷി ഏതാണ്? കൊക്കാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട്. ചില പക്ഷികൾക്ക് നീണ്ടുകൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട്. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ലാസ്റ്റത്തെ ഇത് നോക്കിക്കേ. എന്താണ്? ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും അല്ലേ? അതെന്താണ്? ശരിയാണ്. അടുത്ത നോക്കിക്കേ. ചില പക്ഷികൾക്ക് നീണ്ടുകൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളും ഉണ്ട്. അതും നമുക്കറിയാം. ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ബന്ധമുണ്ട് അല്ലേ? ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയായിട്ട് നമ്മൾ താറാവിൻ്റെയൊക്കെ ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതിൻ്റെയൊക്കെ ശരീരത്തിൻ്റെ ഘടന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അടുത്ത നോക്കിക്കേ. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. ആണോ? അല്ല അല്ലേ? ഓരോ പക്ഷികളുടെയും ശരീരഘടന വ്യത്യസ്തമാണ് അല്ലേ? ശരീരഘടനയും അവരുടെ ആഹാര സമ്പാദന രീതിയും തമ്മിലൊക്കെ ബന്ധമുണ്ട്. അപ്പം എല്ലാ പക്ഷികളുടേതും ഒരുപോലെയാണോ? അല്ല. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് EVS-ഉമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. പാർട്ട് 1 വീഡിയോ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.